ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കി സിപിഐഎമ്മും കോൺഗ്രസും. സിപിഐഎം തിരുവനന്തപുരത്ത് റിസർവ് ബാങ്കിന്റെ ഓഫീസിലേക്കും UDF AG's ഓഫീസിലേക്കും മാർച്ച് നടത്തി. നോട്ടുമാറ്റത്തിലൂടെ ഇന്ത്യയെ സ്തംഭിപ്പിച്ച മോദിയുടെ ശരീരത്തിൽ ജനങ്ങൾ മഷി പുരട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ നടന്നുവരുന്ന പ്രക്ഷോഭ പരമ്പരയുടെ ഭാഗമായിട്ടാണ് സിപിഐഎമ്മും UDFും ഇന്നും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. UDF AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ സിപിഐഎം റിസർവ് ബാങ്കിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്കാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മോഡിയുടേത് ഭ്രാന്തൻ നടപടിയാണെന്നും മോഡിയുടെ അടുത്ത ബിസിനസ്സുകാർ പണം നേരത്തെ മാറ്റിയെടുത്തുവെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. നോട്ടുമാറ്റത്തിലൂടെ ഇന്ത്യയെ സ്തംഭിപ്പിച്ച മോഡിയുടെ ശരീരത്തിൽ ജനങ്ങൾ മഷി പുരട്ടുമെന്നും ചെന്നിത്തല പറഞ്ഞു. നമ്മുടെ എല്ലാം കൈകളിൽ അദ്ദേഹം മഷി പുരട്ടുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ നരേന്ദ്രമോദിയുടെ മുഖത്ത് തന്നെ മഷി പുരട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സിപിഐഎം പ്രതിഷേധം LDF കൺവീനർ വൈക്കം വിഷൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ ബാങ്കുകളെ തകർക്കുക എന്ന ലക്ഷ്യമാണ് BJPക്കുള്ളതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ന്യൂ ജനറേഷൻ ബാങ്കിന്റെ ഏജന്റായി മാറിയെന്നും വൈക്കം വിഷൻ പറഞ്ഞു. മോഡിയുടെ തീരുമാനം കൊണ്ട് ഗുണമുണ്ടായത് കള്ളപ്പണക്കാർക്കാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചപ്പോൾ ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത നടപടിയാണ് മോഡിയുടേതെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. റിപ്പോർട്ടർ തിരുവനന്തപുരം.